ഗൈസ്, അപ്പോൾ ഇന്ന് വന്നേക്കുന്നൊരു വാട്ടർ ഡാമേജ് ആയ RC കാർ റിപ്പയറിംഗ് ആയിട്ടാണ്. അപ്പം വാട്ടർ ഡാമേജ് ആയത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്നിട്ടുണ്ടായിട്ടില്ല. ഇതെന്താ കംപ്ലയിൻറ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പം വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്റ്റ് ആക്കി വെക്കുക. പെട്ടെന്ന് എങ്ങനെയെങ്കിലും അയച്ചെടുക്കുക. ബാറ്ററി വയർ കട്ട് ചെയ്തിട്ട് ഡിസ്കണക്റ്റ് ആക്കി വെക്കുക. വെള്ളം ഇതുപോലത്തെ ഹെയർ ഡ്രയറെല്ലാം ഉണ്ടെങ്കിൽ അതിനോടൊന്ന് ഹീറ്റ് ചെയ്യുക. അത് മിനിമം ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഗമ്മിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇത് മൊബൈൽ സർവീസ് ചെയ്യുന്ന ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ഗമ്മാണ്. നിങ്ങൾ ഇതെങ്ങനെ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളി ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തും പോയിട്ട് ചോദിച്ചു നോക്കാം ഇതേപോലത്തെ ഗമ്മുണ്ടോയെന്ന്. ഈ കറക്റ്റ് സെയിം സാധനം തന്നെ കിട്ടാൻ T7000 ബ്ലാക്കോ അല്ലെങ്കിൽ ക്ലിയർ ഗമ്മും ഉണ്ടാവും. ഈ കറക്റ്റ് അളവ് തന്നെ വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മൂത്ത് ഉണ്ടാവില്ല, ഭയങ്കര ഹാർഡായിരിക്കും ഗമ്മ്. ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ സോൾഡർ വിട്ടു പോകുന്നു നമുക്ക് തോന്നുന്നുണ്ടാവില്ല. ഇതിൽ വയറ് കണക്ഷൻ കൊടുത്ത സ്ഥലങ്ങൾ, ആ സ്ഥലം ഒഴികെ വയറ് സോൾഡർ ചെയ്ത സ്ഥലം ഒഴികെ ബാക്കി കണക്ഷൻ വരുന്ന സ്ഥലങ്ങളെല്ലായിടത്തും ഗമ്മിട്ട് കൊടുക്കാൻ. അതേപോലെ ഇപ്പുറത്തെ വശത്തും ചെയ്ത് കൊടുക്കാൻ. ഇപ്പുറത്തെ വശത്ത് പരമാവധി ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോർഡ് വാട്ടർ പ്രൂഫായി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കണ്ട. വരുന്നത് മോട്ടറിൻ്റെ ഡാമേജ്, ഗിയറിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്ന ഇതെല്ലാം പ്രശ്നം വരുത്തുക. അത് പരമാവധി നമ്മൾ യൂസ് ആക്കുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യുക. വേറെ അതിന് ടോയ് ഗ്രേഡിന് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അതേപോലെ നമ്മൾ റിമോട്ടും അയച്ചെടുക്കാൻ, എന്നിട്ട് അതിൻ്റെ ബോർഡ് ഈ ചെയ്ത പോലെ തന്നെ വാട്ടർ പ്രൂഫ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മഴ പെയ്യുന്ന സമയത്തായാലും നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫ് ആക്കിയെന്ന് വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഓടിക്കാനൊന്നല്ല ഇങ്ങനെ ആക്കി വെച്ചത്. ഇത് ജസ്റ്റ് നമ്മൾ കഴുകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകാനല്ല. പൈപ്പ് വന്നിട്ട് ടയറിലും കഴുകുന്ന സമയത്ത് ചളിയിൽ ഓടിച്ച് കഴിഞ്ഞാൽ ടയറിന് ചളിയാവും. അപ്പോൾ അത് കഴുകുന്ന സമയത്തൊന്നും ഡാമേജ് പറ്റാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ കഴുകുന്ന സമയത്ത് പരമാവധി മോട്ടറിലേക്കോ ഈ ഗിയറിലേക്കോ വെള്ളം കയറാണ്ട് നോക്കാം. ഇതിൽ ചളി കയറി കഴിഞ്ഞാൽ ഇത് സ്റ്റക്കാവും, പിന്നെ ഇത് വർക്ക് ചെയ്യാണ്ടാവും. പിന്നെ ഇത് കുറേ പ്രാവശ്യം അയച്ച് പണിയെടുത്ത് കഴിഞ്ഞാലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അത് കറക്റ്റ് അയച്ച് അതിൻ്റെ ഓരോ ടീത്തിൻ്റെ മണ്ണും ബ്രഷ് കൊണ്ട് എടുത്ത് കളയേണ്ടി വരും. ഇങ്ങനത്തെ ബ്രഷ് വെച്ച് ഇങ്ങനെ വരുന്ന ടീത്തിൻ്റെ മണ്ണ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് കളയേണ്ടി വരും. എന്നിട്ട് ഫുള്ള് പാർട്സാക്കി ബ്രഷ് കൊണ്ട് മണ്ണെല്ലാം കളഞ്ഞ ശേഷം ഒന്നും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി വരും. പിന്നെയും ചളിയെ കളിച്ചില്ലെങ്കിൽ പിന്നെയും അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. വാട്ടർ ഡാമേജ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അയച്ചു വെച്ചതിനെങ്കിൽ മാത്രമേ അത് ഒരു 50% വർക്കിംഗ് കണ്ടീഷൻ ആവാനുള്ള സാധ്യതയുള്ളൂ. കുറേ കഴിഞ്ഞിട്ടെല്ലാം അയക്കുന്നതാണെങ്കിൽ അത് ഡാമേജ് ആയി പോകും, പിന്നെ ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പം കുഴപ്പമില്ല. ഇത് വാട്ടർ ഡാമേജ്. അടുത്ത വീഡിയോ എന്ന് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക.